ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ പാരമ്പര്യമുള്ളൊരു പാർട്ടിയാണ്. അത് മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ തുടങ്ങി ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, പിന്നെ അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, മനേക ഗാന്ധി, സഞ്ജയ് ഗാന്ധി, ഇങ്ങനെ പിന്നെ വരുൺ ഗാന്ധി, ഇങ്ങനെ വലിയ പാരമ്പര്യമുള്ളൊരു കുടുംബമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തോളം തന്നെ പാരമ്പര്യവും ദീർഘകാലം ഭരണത്തിലിരുന്ന നെഹ്റുവിൻ്റെയും ഇന്ദിരയുടെയൊക്കെ നാടാണിത്. ആ നാട്ടിലാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കൊച്ചുമകൻ വന്ന് കല്യാണവും സമയത്ത് കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, വേണോ കഴിക്കണം വേണ്ടേ എന്നൊക്കെ ഉള്ളത്. പക്ഷേ കല്യാണവും കഴിച്ചിട്ടില്ല, കുടുംബമായിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ട് വരുന്ന എല്ലാ ആരോപണങ്ങൾക്കും അദ്ദേഹത്തിന് തിരിച്ചടി കിട്ടുന്നു. ഇന്നലെ സുപ്രീം കോടതി എന്താ തിരിച്ചടി കിട്ടിയത്? 2000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈന ഇന്ത്യയിൽ കയ്യേറി എന്ന് പറഞ്ഞു. ഉടൻ ചോദിച്ചു, നിങ്ങൾക്ക് രാജ്യസ്നേഹമില്ലേ? നിങ്ങൾ രാജ്യസ്നേഹത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാവോ? സാധാരണ ഒരു പൗരനാണോ താങ്കൾ പ്രതിപക്ഷ നേതാവല്ലേ എന്ന് ചോദിക്കുമ്പോൾ മനോജ് സിംഗ് അഭിഷേകി, പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, കോടതിയിൽ അപ്പീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇത് പറഞ്ഞത് ഒരു രാജ്യസ്നേഹി ആയതുകൊണ്ടും പ്രതിപക്ഷ നേതാവായതുകൊണ്ട് ഉത്തരവാദിത്തമായിട്ട് പറഞ്ഞു. അപ്പോൾ കോടതി ചോദിച്ചു, തെളിവെവിടെ? തെളിവില്ലാത്തൊരു ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കാൻ പാടുണ്ടോ? രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവല്ലേ? നാളെ ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ പ്രധാനമന്ത്രി കാൻഡിഡേറ്റുമാരെ ലിസ്റ്റ് തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാന സ്ഥാനത്ത് വരുന്ന ആളല്ലേ? ഒന്നുകിൽ പ്രധാനമന്ത്രിയാവും, അല്ലെങ്കിൽ ആര് പ്രധാനമന്ത്രി ആകണം എന്ന് തീരുമാനിക്കുന്ന ഒരാളല്ലേ? എന്തൊരു സങ്കടമാണ് കാണിച്ചു വച്ചിരിക്കുന്നത്. വളരെ മോശമാണ്, വളരെ മോശമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം, നല്ല തമാശയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവുള്ള നിലയിൽ താങ്കൾ നരേന്ദ്രമോദിയുടെ ഏതെങ്കിലും അഴിമതികൾ താങ്കൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചുകൊണ്ട് വരൂ, അല്ലെങ്കിൽ അവരുടെ സ്വജനപക്ഷപാതം കണ്ടുപിടിച്ചുകൊണ്ട് വരൂ. താങ്കൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും, ഇലക്ഷൻ കമ്മീഷനെതിരെ താങ്കൾ ബഹളമുണ്ടാക്കി, അതൊന്നും സംഭവിച്ചില്ല. അതുപോലെ തന്നെ താങ്കൾ ഇപ്പോൾ 2000 കിലോമീറ്ററിൻ്റെ കഥയും എടുത്തുകൊണ്ട് വരുന്നു, അതും ചീറ്റിപ്പോകുന്നു. ചൈനയിൽ നിന്ന് വാങ്ങുന്ന ഉണ്ടയില്ലാ വെടി പോലെ ഓരോന്നോരോന്നായിട്ട് നനഞ്ഞ പടക്കം പോലെ ഇല്ലാതാകുന്നത് കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. താങ്കൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ്. ആ ഉത്തരവാദിത്വം താങ്കൾ നിറവേറ്റണം. താങ്കൾ പാർലമെൻറ്റിൽ അകത്തായാലും പുറത്തായാലും പത്രസമ്മേളനത്തിനായാലും എക്സിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ടെലഗ്രാമായാലും എന്ത് മീഡിയയിൽ താങ്കൾ പറയുമ്പോഴും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി താങ്കൾ പറയണം. പലപ്പോഴും അങ്ങനല്ല താങ്കൾ എക്സിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. വളരെ യാതൊരു സെൻസിബിലിറ്റിയുമില്ല, ഉത്തരവാദിത്വമില്ലാത്ത പോസ്റ്റുകളാണ്. അതിന് താങ്കൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്നു. എത്ര തവണയാണ് കോടതി പറയുന്നത്? ഗുജറാത്തിലും ഉത്തർപ്രദേശിലും വിവിധ സംസ്ഥാനങ്ങളിലുള്ള കോടതികൾ മാനഭംഗ കേസ് കൊടുത്തവരുണ്ട്, മാനനഷ്ട കേസ് കൊടുത്തവരുണ്ട്. പല തരത്തിലുള്ള രീതിയിലാണ് താങ്കൾക്ക് ഇൻസൾട്ട് വരുന്നത്. എന്തിനാണ് താങ്കൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? താങ്കൾ അതുപോലെ അരുൺ ജെയ്റ്റ്ലിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. അത് അരുൺ ജെയ്റ്റ്ലി മരിച്ചുപോയത് 19 20 അദ്ദേഹം എന്തോ കുഴപ്പം പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രസ്താവന നടത്തി. ഇങ്ങനെ യാതൊരു ബേസും ഡേറ്റയും ഇൻഫർമേഷനും ഇല്ലാതെ ബേസ്ലെസ്സായ ആരോപണങ്ങൾ ഉന്നയിക്കുക, കോടതിയിൽ നിന്ന് തിരിച്ചടി വാങ്ങുക, വീണ്ടും ഉന്നയിക്കുക, തിരിച്ചടി വാങ്ങുക. ഇതൊരു ചർവണം പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. ആരെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണേ. നമ്മുടെ കേസ് വേണുഗോപാലൊക്കെ ഉണ്ട് അവിടെ ഈ ഉപദേഷ്ടാക്കളുടെ രൂപത്തിൽ, അല്ലെങ്കിൽ AK ആൻ്റണി വളരെ സീനിയർ നേതാവാണ്. ഒന്ന് ഉപദേശിച്ച് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ബ്ലാ പറയാതിരിക്കുവാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ.